ഹായ് ഓൾ. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് SSC-CGL-ൻ്റേത്. നോട്ടിഫിക്കേഷനിൽ തന്നെ ഏകദേശം എക്സാം ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഏതൊക്കെ ടിപ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ അതിനു മുമ്പ് തമ്പനയിലിൽ പറയുന്നുണ്ട് നമുക്കൊരു 90 ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അതായത് ഇതിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഓരോ പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഏകദേശം എക്സാമിൻ്റെ ടൈം നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടയർ 1 നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറും ടയർ 2 ഡിസംബറിലുമാണ്. ദെൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം 24/7 വരെ അപ്ലൈ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ടൈം വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ഇതിൽ സിസ്റ്റം ഒന്ന് ബിസിയായി, സൈറ്റ് ഒന്ന് ബിസിയായി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇതിനായിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾ ഇപ്പം നമുക്ക് ചുറ്റും തന്നെ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ നമ്മുടെ കൂടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ടോപ്പറോ അല്ലെ സ്കൂളിലെ ടോപ്പറോ ആയ ഒരു കുട്ടി അത്ര വലിയ ജോബിലൊന്നും അല്ല, ചിലപ്പോൾ അവർ ചെറിയ ജോബ് നിൽക്കുമ്പം ഒരു ആവറേജ് നിലവാരത്തിലുള്ള ഒരു കുട്ടി അത് ഗവൺമെൻറ് സർവീസിലോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് സർവീസിലൊക്കെ നല്ല പോസ്റ്റിലിരിക്കുന്ന കാണാം. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, അവൻ പഠിക്കുന്ന കാലത്ത് അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല, ഇപ്പം എങ്ങനെ മിടുക്കനായാലും ഇപ്പം അവന് ജോലിയൊക്കെ കിട്ടിയില്ല, മിടുക്കനായി പഠിച്ചല്ലേ മിടുക്കായി പഠിച്ച് ഞാനിവിടെ നിൽക്കുന്നു. അപ്പം നമുക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റി അവിടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ ആവറേജ് പഠിച്ചു ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയ ഒരു സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കിയപ്പോൾ നമുക്കില്ലാത്ത ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട 2 ക്വാളിറ്റി. ഒന്ന് കോൺസ്റ്റൻസിയാണ്. കറക്റ്റായിട്ടത് നമുക്കത് ബ്രേക്ക് ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളത് പഠിക്കണം. അല്ലാതെ 2 ദിവസം പഠിച്ചു 3-ാമത്തെ ദിവസം നിർത്തി, പിന്നെ 2 ദിവസം പഠിച്ചു പിന്നെ 2 ദിവസം നിർത്തി, അങ്ങനെ പോകരുത്. ആ ഒരു തുടർച്ച ബ്രേക്കില്ലാതെ തന്നെ എക്സാം എത്തുന്നിടം വരെ പഠിക്കാൻ പറ്റണം. 2 ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് സെയിം ടൈം സ്മാർട്ട് വർക്ക്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് ലോങ് ഒന്നുമല്ല നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ജൂലൈ വെച്ച് ഞാൻ കൂട്ടുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതാണ് ഞാൻ 90 ദിവസം എന്ന് പറഞ്ഞത്. ഈ 90 ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ടയർ 1 പാസ്സാകുക എന്നുള്ളതാണ്. ടയർ 1 പാസ്സായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം സെറ്റായി. 2-ാമത്തെ സ്റ്റെപ്പ് ടയർ 2. അത് ടയർ 1-ൻ്റെ സിലബസ് തന്നെ കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ 2-ലേക്ക് എത്താം. പക്ഷെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടയർ 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് അത് ചാടി നമ്മൾ മുകളിലോട്ട് കയറുക എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ടയർ 1-ൻ്റെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് 1 ഞാൻ ഇംഗ്ലീഷാണ് എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച്, സോ 50 മാർക്കാണ് ഇംഗ്ലീഷിനുള്ളത്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് 1 QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്കിൻ്റെ വെച്ച്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും QA-യിൽ വരുന്നത്. ദെൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക്. സോ ടോട്ടൽ 200 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എത്ര മാർക്കാണ് ടോട്ടൽ സ്കോർ ചെയ്യേണ്ടത്? നിങ്ങൾ 200 മാർക്കാണ്. സ്കോറിംഗ് അല്ല, ടോട്ടൽ 200-ലാണ് മാർക്ക് വരുന്നത്. ഇതിൽ കട്ട് ഓഫ് ആസ് പെർ വേക്കൻസി കട്ട് ഓഫ് വേരി ചെയ്യും. ഇപ്രാവശ്യം അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ഏത് രീതിയിലുള്ള നിലവാരം, അതുപോലെ അത് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്റ്റാൻഡേർഡ്, വേക്കൻസി, ഇതൊക്കെ വെച്ച് നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തിലെ ഇപ്പോൾ QA-യിലെ ആണെങ്കിലും ജനറൽ ഇൻ്റലിജൻസ് ആണെങ്കിലും നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം.
ഇത് മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ്, സ്പീഡ് ആദ്യം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 2 മിനിറ്റ് എടുക്കുമെങ്കിൽ പിന്നെ അത് കുറച്ച് 1 മിനിറ്റ് ആകും, പിന്നെ 59 സെക്കൻഡ് ആകും. നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ള സമയമുണ്ട് ഇഷ്ടം പോലെ. ദെൻ ജനറൽ അവയർനെസ്, ഇതിൽ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ PSC എക്സാമിന് പഠിക്കുന്ന പോലെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളോ വലിച്ചു വാരി പഠിക്കേണ്ടതോ ഒന്നുമില്ല. കുറേ നാളായിട്ട് ഇവർ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അത് പറ്റില്ല, അത് ഭയങ്കര ടഫാണ്. കൂടുതലും ഈ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷും QAയും ജനറൽ ഇൻ്റലിജൻസും റീസണിങ്ങും ഒക്കെ ഈസി ആയിരിക്കും. അവർ വരുന്നത് ജനറൽ അവയർനെസ് വരുമ്പോൾ അയ്യോ പാടാണോ, ടഫായിരിക്കും എന്തൊരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർക്കുക, ഇതിൽ കുറച്ച് വർഷങ്ങളായിട്ട് SSC ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത് പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ഏരിയ ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതും അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ കുറേ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ പഠിക്കുക. അപ്പം നമുക്ക് മാക്സിമം മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാത്തിലുപരി എന്തായാലും ഈ ഒരു എക്സാം ഞാൻ നേടും, ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊരു ഉറച്ച വിശ്വാസം. അപ്പം നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പോൾ CGL എന്നല്ല ഏതാണെങ്കിലും അതെ, നമ്മുടെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ ശത്രു നമ്മുടെ മടിയാണ്. നാളെ ആവട്ടെ, ആപ്ലിക്കേഷൻ അയക്കുന്നത് നാളെ ആവട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പഠിക്കുന്നതും അത് കഴിഞ്ഞിട്ട് നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മുടെ മുന്നിലുള്ള അവസരം അത് നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങൾ ഈ CGL നല്ല അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആകുകയാണ് നിങ്ങൾ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി, അല്ല നമ്മുടെ പാരൻസിന്, അല്ല നമ്മുടെ കുട്ടികൾക്ക് അതിനുശേഷം നമ്മൾ ആ ഒരു പോസ്റ്റിൽ വന്ന് കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിലെ ഡെയിലി കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു കോച്ചിങ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അഡ 24/7 മലയാളം ഇതിൻ്റെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് അഡ 24/7 മലയാളം എന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അവിടെ നമ്മുടെ SSC CGLൻ്റെ ബാച്ച് ഇതാ കിടപ്പുണ്ട്. 3rd SSC CGL ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് എന്ന് കിടപ്പുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ്, റിവിഷൻ, മെൻ്റർ സപ്പോർട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല ഇന്ന് മന്തിൻ്റെ ഓഫറാണ്, ഡബിൾ വാലിഡിറ്റി ഉണ്ട്. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തേക്ക് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബൈ നൗ കാര്യം, ബൈ നൗ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. അവിടുത്തെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കുക. 1952 രൂപയാണ് ഇന്ന് ഈ ഒരു കോഴ്സിൻ്റെ ഫീ. അതായത് മന്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണ്. ഇതിൻ്റെ പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ വന്നിരിക്കുന്നത്. ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഫിൽ ഡീറ്റെയിൽസിലെ പേരും ഫോൺ നമ്പറും ദെൻ പേയ്മെൻറ്റ് കൊടുക്കുക. ഇത് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനകത്തിൽ 808 ടെസ്റ്റ് സീരീസും 93 ഇ ബുക്കും ഓൾറെഡി ആഡഡ് ആണ്. അതായത് ഇതിൻ്റെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു SSC പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതാണ്. മാക്സിമം ടെസ്റ്റ് സീരീസ് അതുപോലെ ഈ ബുക്കുകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ തരും. PDF നോട്ട്സിൻ്റെ ഉണ്ട്, മെൻ്റർ സപ്പോർട്ടുണ്ട്. സിലബസ് മാക്സിമം പെട്ടെന്ന് തന്നെ പഠിച്ച് നിങ്ങൾക്കൊരു നല്ല റിവിഷനും അത് നടത്തിയിട്ട് ശേഷം മാത്രം എക്സാമിന് പോകത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മന്തിൻ്റെ സ്പെഷ്യൽ ഓഫറും വെച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്